ഹലോ, വെൽക്കം ബാക്ക് ടു ബാലവീർ മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബാലവീറിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവതാലോകത്താണ്. അഗ്നിമനുഷ്യനാണെങ്കിൽ ദേവതാലോകത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ദേവതാലോകത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ജ്വാലാമുഖി എന്ന് പറയുന്ന ലാവ തിളച്ചൊഴുകുന്ന ആ ഒരു പർവ്വതമുള്ളത്. ഒരു തവണയെങ്കിലും അഗ്നിമനുഷ്യൻ പർവ്വതത്തിൻ്റെ അടുത്തെത്തുകയാണെങ്കിൽ ഉടനെ തന്നെ ദേവതാലോകത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ലാവ അതിൽ നിന്നും പുറത്തു വരുന്നതാണ്. ഇതെല്ലാം തന്നെ അഗ്നിമനുഷ്യനും അറിയാം. അങ്ങനെ അഗ്നിമനുഷ്യനാണെങ്കിൽ ആ ഒരു ദേവതാലോകത്തേക്ക് എത്തുകയാണ്. അവിടെ നിന്ന് അഗ്നിമനുഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: ദേവതമാരെ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെന്നെ തടഞ്ഞു. ആ ഒരു ജ്വാലാമുഖി എന്ന പർവ്വതത്തിൻ്റെ അടുത്തേക്ക് പോകുവാൻ വേണ്ടി എന്നെ സമ്മതിച്ചില്ല. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ന് നിങ്ങളെല്ലാം തന്നെ നോക്കി നിൽക്കെ ഞാനത് ചെയ്യുവാൻ വേണ്ടി പോവുകയാണെന്ന് പറയുകയാണ്. മാത്രമല്ല, അഗ്നിമനുഷ്യൻ അത് ചെയ്യുകയാണ്. തൻ്റെ കൈകൾ ആ ഒരു പർവ്വതത്തിൻ്റെ മേൽ, ജ്വാലാമുഖി എന്ന പർവ്വതത്തിൻ്റെ മേൽ വെക്കുകയാണ്. ഉടനെ തന്നെ ഭൂമിയെല്ലാം തന്നെ ഇളകുവാൻ വേണ്ടി തുടങ്ങുകയാണ്. ദേവതാലോകവും മറ്റു ഭൂമികളെല്ലാം തന്നെ ഇളകുവാൻ വേണ്ടി തുടങ്ങുകയാണ്. മാത്രമല്ല, ആ ഒരു ജ്വാലാമുഖി എന്ന പർവ്വതം തിളച്ചു മറയുന്ന ഒരു വലിയ ലാവയുള്ള പർവ്വതമായി മാറുകയാണ്. ഇതെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന മാന്ത്രിക ജലത്തിലൂടെ ശാത്തിർപ്പരിയും അതുപോലെ തന്നെ മഹാവിനാശിനിയും കുട്ടുമാനും കാണുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് അവർക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. അവരെല്ലാം തന്നെ ആർത്ത് ചിരിക്കുകയാണ്. ദേവതാലോകത്തിൻ്റെ അന്ത്യം അത് അടുത്തു കഴിഞ്ഞു എന്ന് അവരെല്ലാം തന്നെ മനസ്സിലുറപ്പിക്കുകയാണ്. ജ്വാലാമുഖിയിലാണെങ്കിൽ അവിടെ ലാവ തിളച്ചു പൊങ്ങുന്ന ഇതേ സമയത്ത് തന്നെ അതിൻ്റെ മാറ്റങ്ങളെല്ലാം തന്നെ ദേവതാലോകത്ത് കണ്ടു തുടങ്ങുകയാണ്. അവിടെ ആ ഒരു മാന്ത്രിക നദിക്കരയിൽ കാവലിരുന്നിരുന്ന ഡുണ്ടുമാനാണ് അത് ആദ്യം ശ്രദ്ധിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മാന്ത്രിക നദിയിലെ വെള്ളമെല്ലാം തന്നെ തിളച്ചു പൊങ്ങുവാൻ വേണ്ടി തുടങ്ങുകയാണ്. മാത്രമല്ല, അവിടെ ആകെ പുക പടരുകയാണ്. ഡുണ്ടുമാനെല്ലാം തന്നെ വിയർക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. അവിടെയെല്ലാം ചുട്ടുപൊള്ളുകയാണ്. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. മാത്രമല്ല, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നും അവിടെയുള്ള ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. ഇതേസമയത്ത് തന്നെ നമ്മുടെ ദേവതാ മഹലിലാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ റാണിദേവതയും മറ്റു ദേവതമാരെല്ലാവരും തന്നെ അഗ്നിമനുഷ്യന് എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇതേസമയത്ത് തന്നെ ബാലവീർ പറയുകയാണ്: അഗ്നിമനുഷ്യനെ ഇല്ലാതാക്കുക എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. അഗ്നിമനുഷ്യനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ടാസ്ക്കാണ്. കാരണം അവൻ വളരെയധികം ശക്തിശാലിയാണ്. നമ്മൾ കരുതുന്നത് പോലെയൊന്നും അല്ല എന്ന് പറയുകയാണ്. ഇതേസമയത്ത് തന്നെ ദേവതമാർക്കെല്ലാവർക്കും തന്നെ എന്തോ ഒരു അസ്വാഭാവികത തോന്നുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവരുടെ മേലെല്ലാം തന്നെ വേർക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇത് കേട്ട് റാണി ദേവത പറയുകയാണ്: ഇതെങ്ങനെ സംഭവിക്കും? ഇതൊരിക്കലും സംഭവിക്കില്ലല്ലോ. ദേവതമാർക്കാർക്കും തന്നെ വേർക്കില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അഥവാ ഇങ്ങനെ വല്ലതും സംഭവിക്കണമെങ്കിൽ എന്ന് പറഞ്ഞ റാണിദേവത ആ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. ജ്വാലാമുഖി എന്ന പർവ്വതത്തിൽ നിന്ന് ലാവ തിളച്ചു പൊങ്ങുകയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് ഡുണ്ടുമാന്മാരെല്ലാവരും തന്നെ അങ്ങോട്ട് ഓടി വരുന്നത്. അവരും ഈ കാര്യം പറയുകയാണ്: തങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല, ഇവിടെ ആകെ പൊള്ളുന്നുണ്ട് എന്നുള്ള കാര്യം. ഇതേസമയത്ത് തന്നെ റാണി ദേവത പറയുകയാണ്: എങ്കിൽ ദേവതാലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബാലവീറും ദേവതമാരെല്ലാവരും തന്നെ ദേവതാലോകത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് പൊങ്ങുകയാണ്. ഇതേസമയത്ത് തന്നെ അവിടെ ആകെ ഇരുണ്ടു പോവുകയാണ്. അങ്ങനെ ആ ഒരു ആകാശത്തിലൂടെ അവർ നോക്കുമ്പോൾ കാണുന്നതാണെങ്കിലോ ദേവതാലോകം മുഴുവൻ ആകെ ലാവയുടെ ചുറ്റും നിൽക്കുകയാണ്. 4 ഭാഗത്തുമുള്ള പർവ്വതങ്ങളെല്ലാം തന്നെ ലാവ നിറഞ്ഞു ഒഴുകുകയാണ്. ഇത് കണ്ട് ദേവതമാർക്കെല്ലാം തന്നെ വളരെയധികം പേടിയാവുകയാണ്. കാരണം ദേവതാലോകത്തിൻ്റെ നാശം അടുത്തെത്തിയെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബാലുവിൻ്റെ ഇതുപോലുള്ള എക്സ്പ്ലനേഷന് വേണ്ടി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching and it's me Balvir Malayalam signing off.